5 വൻകരകളിലായി പരന്നു കിടക്കുന്ന BAPS എന്ന സന്യാസി സമൂഹം അവരുടെ ഒരു ക്ഷേത്രം അബുദാബിയിൽ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് 1997-ലാണ്. ആ ചിന്ത മുന്നോട്ട് വെച്ചത് BAPSന്റെ പ്രമുഖ് സ്വാമി മഹാരാജാണ്. സ്വാമി മഹാരാജും അദ്ദേഹത്തോടൊപ്പമുള്ള BAPSന്റെ അനുയായികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പ്രമുഖ് സ്വാമി മഹാരാജ് ആ ശൈലിയിൽ ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതേ ശൈലിയിൽ BAPS മന്ദിരങ്ങളുണ്ട്. US-ലെ ഹൂസ്റ്റണിലും കാനഡയിലെ ടൊറന്റോയിലും US-ൽ തന്നെ അറ്റ്ലാന്റയിലും UK-യിൽ ലണ്ടനിലും ഇന്ത്യയിൽ ദില്ലിയിലും അഹമ്മദാബാദിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലും ഒക്കെ മനോഹരങ്ങളായ BAPS മന്ദിരങ്ങളുണ്ട്. ശരിക്കും നമ്മളെ ഈ മന്ദിരങ്ങൾ അത്ഭുതപ്പെടുത്തും. ഇന്ത്യൻ പരമ്പരാഗത ചിത്രകലയുടെ എല്ലാ കഴിവുകളും ഈ മന്ദിരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ 5 വൻകരകളിലായി 44 വലിയ ക്ഷേത്രങ്ങളും 1200 ചെറിയ ക്ഷേത്രങ്ങളുമാണ് BAPS ഈ കാലഘട്ടം കൊണ്ട് നിർമ്മിച്ചത്. ഒരു വലിയ ആവേശമാണ് BAPSന്റെ അനുയായികൾക്ക് ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത്. അവർ നിർമ്മിക്കുന്ന ഓരോ ക്ഷേത്രവും ശില്പഭംഗി കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും അതിന്റെ ഡിസൈൻ കൊണ്ടും സർവ്വമതക്കാർക്കും പ്രവേശനം അനുവദിക്കുന്നത് കൊണ്ടും ലോകം മുഴുവൻ അറിയപ്പെടുന്ന മന്ദിരങ്ങളാണ്. ക്ഷേത്രങ്ങളാണ് അവർ നിർമ്മിക്കുന്നതെങ്കിലും ആ ക്ഷേത്രത്തിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ഏവർക്കും പ്രവേശനം ഉണ്ടാവും. ഈ സാഹചര്യത്തിലാണ് BAPS മിഡിൽ ഈസ്റ്റിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അവരുടെ ആ ആഗ്രഹത്തിന് അബുദാബി ഭരണാധികാരി സമ്മതം മൂളുന്നത് 2015 ഓഗസ്റ്റിലാണ്. അബുദാബി സർക്കാർ അന്ന് BAPSന് മന്ദിരം നിർമ്മിക്കാനായി അനുവദിച്ചത് 27 ഏക്കറാണ്. 2019 മന്ദിരവുമായി ബന്ധിപ്പിച്ചുള്ള എല്ലാ ലീഗൽ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ക്ഷേത്രത്തിന്റെ ഒരു മാതൃക അബുദാബി ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന് മുന്നിൽ BAPSന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവതരിപ്പിച്ചു. 2 മാതൃകകളാണ്. ആ 2 മാതൃകകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒന്ന് ആധുനികതയെ പുണരുമ്പോൾ മറ്റൊന്ന് പരമ്പരാഗത ശൈലിയെ പുണരുന്നു. ആ 2 മാതൃകകളും സസൂക്ഷ്മം വീക്ഷിച്ച അബുദാബിയിലെ ആ ഭരണാധികാരി മുഹമ്മദ് ബിൻ സയ്യിദ് BAPSന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നിർമ്മിക്കുന്നത് ക്ഷേത്രമാണ്, നമുക്ക് അതുകൊണ്ട് തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആ പരമ്പരാഗത ശൈലി തന്നെ ഇവിടെയും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ദില്ലിയിലെ അക്ഷർധാം ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ആ രൂപകൽപ്പന അംഗീകരിക്കപ്പെട്ടതോടുകൂടി 2019 നിർമ്മാണം ആരംഭിച്ചു. അക്ഷർധാം മാതൃകയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മിനിമം ഒരു 10,000 വർഷമെങ്കിലും ഒരു കുഴപ്പം കൂടാതെ നിലനിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാകാം അബുദാബിയിലെ ഭരണാധികാരി ആ ശൈലിയിലുള്ള ഒരു ക്ഷേത്രം അബുദാബിയിൽ വേണമെന്ന് ആഗ്രഹിച്ചതും. അബുദാബിയിൽ കാലത്തെ അതിജീവിക്കുന്ന എല്ലാ മതസ്ഥർക്കും വരാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു ദേവാലയം അത് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ സ്വാഭാവികമായും പിന്നീട് പിറന്നത് ചരിത്രമാണ്. 2018 ഏപ്രിൽ 11 ശിലാപൂജ നടത്തിയ ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് 2019 ഏപ്രിൽ 20-നാണ്. BAPSന്റെ ആത്മീയ ആചാര്യൻ മഹന്ത് സ്വാമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. രൂപകൽപ്പന ചെയ്യപ്പെട്ട ക്ഷേത്രത്തിന്റെ പൊക്കം 108 അടിയാണ്. നീളം 262 അടി, 180 അടി വീതി. ശരിക്കൊരു കൂറ്റൻ ക്ഷേത്രമാണ് അബുദാബിയിൽ നിർമ്മിക്കപ്പെടുന്നത്. അലോട്ട് ചെയ്ത് കിട്ടിയ 27 ഏക്കറിൽ 13.5 ഏക്കറും ക്ഷേത്രത്തിന്റെയും അനുബന്ധ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. 13 ഏക്കർ പാർക്കിംഗ് ഗ്രൗണ്ടിനും ചെടികൾ വളർത്തുന്നതിനായിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ശരിക്കും ക്ഷേത്രത്തിന് ചുറ്റും ഒരു തണൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ശൈലിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയപ്പെടുക ഉയർന്നു നിൽക്കുന്ന 7 ഗോപുരങ്ങളാണ്. 7 ഗോപുരങ്ങളും റെപ്രസെന്റ് ചെയ്യുന്നത് UAE-യിലെ 7 സ്റ്റേറ്റുകളെയാണ്. ആ 7 ഗോപുരങ്ങൾക്ക് മുന്നിലായി 2 ഡൂമുകളുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ കാണുന്ന പോലുള്ള 2 താഴികക്കുടങ്ങൾ. ആ താഴികക്കുടങ്ങൾ ഒരുപാട് അർത്ഥം വിളിച്ചോതുന്ന ഒരു സൃഷ്ടിയാണ്. അമ്പലത്തിൽ കാണുന്ന ആ 7 ഗോപുരങ്ങൾക്ക് പുറമെ നമ്മൾ ആകർഷിക്കുക അമ്പലത്തിന്റെ ഇരുവശങ്ങളിലായി കാണുന്ന 2 ഡൂമുകളാണ്. സാധാരണ മുസ്ലിം പള്ളിയിലൊക്കെ കാണുന്ന ആ താഴികക്കുടങ്ങൾ, ആ താഴികക്കുടം ഇവിടെ വളരെ അർത്ഥവത്തായ ഒരു നിർമ്മിതിയാണ്. ഓരോ താഴികക്കുടവും പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്യുകയാണ്. പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തത് ഭൂമിയാണല്ലോ. ഭൂമിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ
പശുക്കളുടെ ചിത്രങ്ങളാണ് വരച്ചു ചേർത്തിരിക്കുന്നത്. ആ ലെയറിൽ മുഴുവൻ നമ്മൾ കാണുന്നത് പശുക്കളാണ്. രസകരമായ ഒരു കാര്യം, വരച്ചു ചേർത്തിരിക്കുന്ന പശുക്കൾക്ക് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. ഒരേ പശുവിനെ രണ്ടാമത് ഒരിക്കൽ കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ കല്ലിലുമുള്ള പശുവിന്റെ ശില്പവും അടുത്ത കല്ലിലുള്ള പശുവിന്റെ ശില്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പശുക്കൾ നിരന്നു നിൽക്കുന്ന ആ ലെയറിനെ ഭൂമിയോടാണ് ഉപമിക്കുക. ഭൂമി കഴിഞ്ഞാൽ പിന്നീട് പഞ്ചഭൂതത്തിന്റെ ലിസ്റ്റിൽ വരുന്നത് ജലമാണല്ലോ. ജലത്തെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സമുദ്രത്തിന്റെ രൂപത്തിലാണ്. സമുദ്രം സീസ് ഷെല്ലുകളായും മറ്റും വരച്ചു ചേർത്തിരിക്കുകയാണ്. ഭൂമിയും ജലവും കഴിഞ്ഞാൽ മൂന്നാമത് തീയാണ്. തീയെ സൂചിപ്പിക്കാനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യനെയാണ്. സൂര്യന്റെ 12 ഭാവങ്ങൾ ശില്പങ്ങളുടെ രൂപത്തിൽ അവിടെ ആ മൂന്നാമത്തെ ലെയറിൽ കാണാം. അതിനു മുകളിൽ 4ാമത്തെ ലെയറായ വായുവാണ്. വായുവിനെ സൂചിപ്പിക്കാനായി ചിത്രീകരിച്ചിരിക്കുന്നത് മേഘങ്ങളെയാണ്. വായുവിന് മുകളിൽ ആകാശമാണ്. ഭൂമി, ജലം, തീ, വായു, ആകാശം ഇവയാണല്ലോ പഞ്ചഭൂതങ്ങൾ. ആകാശത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചന്ദ്രനെയാണ് അവതരിപ്പിക്കുന്നത്. ചന്ദ്രനെ മാത്രമല്ല, നക്ഷത്രങ്ങളെ. അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന പാതയുടെ വശങ്ങളിലുള്ള ഈ ചുമരുകൾ പോലെ കാണുന്ന ഭാഗം പോലും നോക്കുക, ശരിക്കും തൂണുകളാണ്. ഈ തൂണുകളിലൊക്കെ കൃത്യമായി ചിത്രപ്പണികൾ കാണാം. വളരെ വളരെ മനോഹരമായ ചിത്രപ്പണികളാണ് ഓരോ തൂണിലുമുള്ളത്. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടി മനസ്സിലാവും. ഈ തൂണ് അനവധി സാൻഡ്സ്റ്റോൺ കല്ലുകൾ കൊണ്ട് ചേർത്തിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കല്ലുകൾ തമ്മിൽ ചേർത്ത് പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അതിനകത്ത് ചെയ്തിരിക്കുന്നു അർത്ഥം. സിമന്റോ കമ്പിയോ ഉപയോഗിച്ചല്ല കല്ലുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. കല്ലുകൾ തമ്മിൽ ഒരു കൊളുത്ത് വഴി യോജിപ്പിച്ചിരിക്കുകയാണ്. അത് ഈ ഭാഗം ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. വളരെ വളരെ മനോഹരമായ ശില്പങ്ങളാണ് ഈ കാണുന്ന സകല സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മള് ഈ ശില്പങ്ങളിലെ വിരലുകൾ നോക്കിയാൽ ആ വിരലുകൾക്ക് പോലും വളരെ വ്യക്തമായ പൂർണ്ണതയുണ്ടെന്ന് കാണാം. രാജസ്ഥാനിൽ നിന്ന് ശേഖരിച്ച സൺസ്റ്റോണുകൾ ഗുജറാത്തിലെത്തിച്ച് 1200ഓളം ശില്പികൾ എത്രയെങ്കിലും നാളത്തെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ശില്പങ്ങളാണ് ഈ അമ്പലത്തിൽ ചുറ്റും നമ്മൾ കാണുന്നത്. വളരെ അതീതമായ ഭംഗിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വളരെ മനോഹരമായ ശില്പങ്ങൾ ഇതുപോലെ കൃത്യമായിട്ടും കൊത്തിയെടുത്ത് ആ ക്ഷേത്രത്തിന് ചുറ്റുമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 7 സ്തൂപങ്ങളിലും ഇത്തരത്തിലുള്ള അനവധി ശില്പങ്ങൾ കാണാം. ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട കഥകളൊക്കെ ശില്പങ്ങളാക്കി മാറ്റി ആ ഗോപുരങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ഗോപുരത്തിലെ സൃഷ്ടികളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടും. കാരണം ഗോപുരത്തിൽ നമ്മൾ ഒരുപാട് പശുക്കളെയും ഒട്ടകങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ കാണും. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ശില്പം പോലും ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അനവധി പശുക്കളെ കണ്ടു, പക്ഷെ ഒരു പശുവും മറ്റൊരു പശുവുമായി സാമ്യം കാണിക്കില്ല. അത് ഒട്ടകമാണെങ്കിലും കഴുകനാണെങ്കിലും അതുപോലെ തന്നെ. ഇതേപോലെ തന്നെയാണ് വിവിധ ദേവന്മാരുടെ ശില്പങ്ങളും. ഒരു ദേവനും മറ്റൊരു ദേവനുമായി സാമ്യം ഉണ്ടാവില്ല. ഈ ശില്പങ്ങളൊക്കെ കൊത്തിയെടുത്തിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന സാൻഡ്സ്റ്റോണിലാണ്. 1200 പരം ശില്പികളാണ് ക്ഷേത്രത്തിന് ആവശ്യമായ ശില്പങ്ങൾ കൊത്തിയെടുക്കാനായി മാത്രം പണിയെടുത്തത്. രാജസ്ഥാനിലും ഗുജറാത്തിലുമായിട്ട് അറേഞ്ച് ചെയ്ത പണിസ്ഥലങ്ങളിലിരുന്ന് അവർ കൊത്തിയെടുത്ത ആ ശില്പങ്ങൾ കപ്പലിലാണ് അബുദാബിയിലേക്ക് വന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് സ്വാഭാവികമായും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ. ആ തടസ്സങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബുദാബിയുടെ കാലാവസ്ഥയാണ്. 10,000 വർഷം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം അബുദാബിയിലെ ആ ചൂടേറിയ കാലാവസ്ഥയിൽ നമ്മൾ നിർമ്മിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അടിത്തട്ട് മുതൽ ശ്രദ്ധിക്കേണ്ടി വരും. കോൺക്രീറ്റ് ചെയ്യുന്നത് മുതൽ അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. കോൺക്രീറ്റിന്റെ ഭാഗമായിട്ട് ഫ്ലൈ ആഷ് ഉപയോഗിച്ചിരിക്കുകയാണ്. കൽക്കരിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആ ഫ്ലൈ ആഷ് ശരിക്കും കോൺക്രീറ്റിന്റെ കപ്പാസിറ്റി വൻതോതിൽ ഉയർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രം ടൺ കണക്കിന് ഫ്ലൈ ആഷാണ് നമ്മൾ അവിടേക്ക് അയച്ചത്. നമ്മൾ അവിടേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് മെറ്റീരിയൽ ഒഴുകിയെത്തുകയായിരുന്നു. ആ മെറ്റീരിയലുകളിൽ നമ്മൾ കാണാത്ത ഒന്ന് ഇരുമ്പാണ്. തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള ഒരു സാധനവും ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ ക്ഷേത്രം കെട്ടിയുയർത്തിയിരിക്കുന്ന സാൻഡ്സ്റ്റോണുകൾ ഒരു കൊളുത്തുള്ള ശൈലിയില ഉണ്ടാക്കിയിരിക്കുന്നത്. ജോയിൻ ചെയ്ത് പോകുന്ന ശൈലിയില നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ സാൻഡ്സ്റ്റോണുകൾക്ക് നല്ല ഉറപ്പാണ്. ആ സാൻഡ്സ്റ്റോണുകളും അവിടുത്തെ ശില്പികളും മാത്രമല്ല ഈ പ്രക്രിയയിൽ സഹകരിച്ചത്. സത്യത്തിൽ ഈ ക്ഷേത്ര നിർമ്മാണം ഓൾ ഇന്ത്യസിന്റെ ഒരു പ്രസൻസ് കൊണ്ട്
ശരിക്കും ശ്രദ്ധേയമായ ഒരു നിർമ്മാണമാണ്. UAE-യിൽ നിന്ന് മാത്രമുള്ള 200 വോളണ്ടിയേഴ്സ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചത് അവരുടെ ജീവിതത്തിലെ 6,90,000 മണിക്കൂറുകളാണ്. ആ 200 പേർ മാത്രമല്ല ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ സഹകരിച്ച വോളണ്ടിയേഴ്സ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ചവരുടെ കൂട്ടത്തിൽ കൊച്ചു കുട്ടികൾ വരെയുണ്ട്. ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന മുതൽ ക്ഷേത്രത്തിന്റെ ഫിനിഷിംഗ് വരെയുള്ള എല്ലാ മേഖലകളിലും ഈ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങളുടെ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിൽ ഈ വോളണ്ടിയേഴ്സ് വളരെ സജീവമായിട്ടാണ് പങ്കെടുത്തത്. US-ൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരും ബിസിനസ് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും UAE-യിലെ അബുദാബിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ സമയം മെച്ചപ്പിടിച്ച് ആ സമയം ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ശരിക്കും രസകരമായ ഒരുപാട് അനുഭവങ്ങളാണ് ആ വോളണ്ടിയേഴ്സിന് ഈ നിർമ്മാണവുമായി ബന്ധിപ്പിച്ച് പറയുവാനുള്ളത്. അവരവരുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിക്കാനായി UK-യിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, US-ൽ നിന്നൊക്കെ ആളുകൾ എത്തിയത് കുടുംബമായിട്ടാണ്. കൊച്ചുകുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന രസകരമായ ഒത്തിരിയേറെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ അബുദാബിയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധിപ്പിച്ചുകൊണ്ടും അത്തരത്തിലുള്ള ഒരു വോളണ്ടിയർ ആക്ടിവിറ്റി നമ്മൾ കാണാറുള്ളതല്ല. പക്ഷെ ഇവിടെ അത് നമ്മൾ കാണുകയാണ്. ഈ മന്ദിരത്തിൽ നമ്മൾ ഇഷ്ടംപോലെ രാജസ്ഥാനിൽ നിന്നുള്ള സാൻഡ് സ്റ്റോണുകൾ കാണും. കൊത്തുപണികളുള്ള 25,000 സാൻഡ് സ്റ്റോണുകളാണ് നമ്മൾ ഈ മന്ദിരത്തിൽ ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ സാൻഡ് സ്റ്റോണിലെയും ശില്പം അടുത്ത സാൻഡ് സ്റ്റോണിലെ ശില്പത്തിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യസ്തമാണ്. ഒരേ മുഖമുള്ള, ഒരേ ഭാവമുള്ള ഒരു ശില്പവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഭാഗവതത്തിലെയും ശിവപുരാണങ്ങളിലെയും മനോഹരങ്ങളായ കഥകൾ അതിമനോഹരങ്ങളായ ശില്പങ്ങളായി ഇവിടെ മാറിയിരിക്കുകയാണ്. ആ ശില്പങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കഥ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ആ ശൈലിയിലാണ് ആ ശില്പങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കഥകൾക്ക് പുറമെ സ്വാമി അയ്യപ്പന്റെ കഥയും വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും അയ്യപ്പന്റെയും ഒക്കെ കഥയ്ക്ക് പുറമെ പിന്നീട് നമ്മൾ കാണുന്നത് BAPസുമായി ബന്ധമുള്ള മഹാന്മാരായ സന്യാസിമാരുടെ ജീവിതമാണ്. അതും വളരെ മനോഹരമായി ശില്പങ്ങളായി മാറിയിരിക്കുകയാണ്. BAPസിന്റെ സ്വാമി നാരായൺ, ജഗന്നാഥ് ഇവരുടെയൊക്കെ ജീവിതകഥ ശില്പരൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഗോപുരങ്ങൾക്കുള്ളിൽ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളാണ്. സ്വാമി നാരായൺ ക്ഷേത്രം, അക്ഷർ പുരുഷോത്തമ ക്ഷേത്രം, രാധാകൃഷ്ണ ക്ഷേത്രം, രാമ സീതാ ക്ഷേത്രം, ശിവപാർവതി ക്ഷേത്രം, ലക്ഷ്മണ ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, ഗണേശ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം ഒക്കെ ഇവിടെയുണ്ട്. ഒരുപാട് ദേവീമാരുടെ വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. 13.5 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ആ ക്ഷേത്ര സമുച്ചയം ആരാധനയുടെ അവസാന വാക്കാണെന്ന് പറയാം. ഈ ആരാധനാലയങ്ങളിൽ പൂജ നടക്കുന്നത് വളരെ രസകരമായ ഒരു രീതിയിലാണ്. BAPസിന്റെ ക്ഷേത്രങ്ങളിലെ മൂർത്തികൾ 2 ശൈലിയിലാണ്. 44 വലിയ ക്ഷേത്രങ്ങളും 1200 ചെറിയ ക്ഷേത്രങ്ങളുമാണ് BAPസിന്റെ കീഴിലുള്ളത്. 44 വലിയ ക്ഷേത്രങ്ങളുടെ ഭാഗമാണ് അബുദാബിയിലെ ക്ഷേത്രവും. ക്ഷേത്രത്തിൽ ദിവസവും 5 നേരം ആരാധന ഉണ്ടാവും. ആരാധന എന്ന് പറയുന്നത് ദീപം കൊണ്ട് വൃത്താകൃതിയിലുള്ള ഒരു ആരതി ഒഴിയിലാണ്. ഇടത്തു നിന്ന് വലത്തേക്ക് വളരെ മനോഹരമായി വിഗ്രഹത്തിന് ചുറ്റും ആരതി ഒഴിയുന്ന ആ രംഗം വീക്ഷിക്കാനായി എത്തുന്ന ഭക്തന്മാർ ആ സമയത്ത് ഭജനുകൾ പാടും. ദിവസവും 3 നേരം മൂർത്തികൾക്ക് നിവേദ്യം അർപ്പിക്കുന്ന പതിവും ക്ഷേത്രങ്ങളിലുണ്ട്. ആ നിവേദ്യമാണ് ഭക്തന്മാർക്ക് പ്രസാദമായി കൊടുക്കുന്നത്. അബുദാബിയിൽ നിർമ്മിക്കപ്പെട്ട BAPസിന്റെ ഈ ക്ഷേത്രത്തിനും ലോകത്തെമ്പാടുമുള്ള BAPസിന്റെ മറ്റ് ക്ഷേത്രങ്ങളുമായി കണക്ഷൻ ഉണ്ട്. ലോകത്തെമ്പാടുമുള്ള BAPസിന്റെ ക്ഷേത്രങ്ങളിൽ ആഴ്ചയിലൊരിക്കൽ അനുയായികളും സന്യാസിമാരും ഒക്കെ ഒന്നിച്ചു കൂടുന്ന ചടങ്ങ് നടക്കാറുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആ സമ്മേളനങ്ങളിൽ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. ലോകത്തെമ്പാടുമായി പടർന്നു കിടക്കുന്ന 1200 പരം വരുന്ന BAPS ക്ഷേത്രങ്ങളിൽ നമ്മൾ സ്ഥിരമായി ആ കാഴ്ച കാണാറുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ ആ വേദികളിലേക്ക് ഒഴുകിയെത്തും. അവർ വളരെ മനോഹരമായി ആ വിഷയങ്ങളിൽ അവർക്കുള്ള അറിവ് പങ്കുവയ്ക്കും. ആ സമയത്ത് ഭക്തർ കീർത്തനങ്ങളുമായിട്ടാണ് അതിനോട് സംവേദിക്കുക. വളരെ മനോഹരമായ അനുഭവമാണ് BAPസിന്റെ ക്ഷേത്രങ്ങളിലെ ആ സമ്മേളനങ്ങളും കീർത്തന ആലാപനവും. അബുദാബിയിലെ ഭക്തർക്ക്
അതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. BAPS ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹിന്ദു വിശ്വാസമനുസരിച്ചുള്ള എല്ലാ ആരാധനാ ദിവസങ്ങളും അവർ നന്നായിട്ട് തന്നെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. രാമ നവമിയും കൃഷ്ണ ജയന്തിയും ദീപാവലിയും ഒക്കെ ശരിക്കും സന്തോഷകരമായി ആഹ്ലാദകരമായി ആഘോഷിക്കുന്ന ആ വേളകളിൽ ആ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ മതസ്ഥരും ഒഴുകിയെത്തുകയാണ് സാധാരണ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുക. അബുദാബിയിലും നമ്മൾ കാണാൻ പോകുന്ന അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. മതമില്ലാത്ത, ജാതിയില്ലാത്ത, നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടിച്ചേരൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളുടെ സങ്കല്പം തന്നെ ആ ശൈലിയിൽ ആയിരിക്കണമെന്നുള്ളത് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഇന്ത്യയിലെ ഗംഗാ നദിയിൽ നിന്നും യമുനയിൽ നിന്നും കൊണ്ടുവന്ന വെള്ളം 2 അരുവികളായി കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. ആ അരുവികൾ കൂടിച്ചേരുന്നിടത്ത് താഴെ നിന്ന് ഒരു പ്രകാശം മുകളിലേക്ക് വരും. ആ പ്രകാശത്തെ സരസ്വതി നദിയായിട്ടാണ് സങ്കല്പം. അത് 3 കൂടി ചേരുന്ന ഭാഗം ത്രിവേണി സംഗമമായി അവതരിപ്പിക്കുകയാണ്. ത്രിവേണി സംഗമത്തിൽ സ്പർശിച്ചതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അബുദാബിയിലെ ആ കൂടിയ ചൂടിൽ നമ്മുടെ കാലുകൾക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രത്യേകത്തിലുള്ള കല്ലുകളാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആ തറയോടുകൾക്ക് 50 ഡിഗ്രി സെൽഷ്യസിന് വരെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. സാധാരണഗതിയിൽ 50 ഡിഗ്രിക്ക് താഴെയായിരിക്കും അബുദാബിയിലെ ചൂട്. എന്ന് പറയുമ്പോൾ അബുദാബിയിലെ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ സംഘാടകർ ആലോചിച്ചിരുന്നു എന്നാണ്. ക്ഷേത്രത്തിന്റെ നടപ്പാതയുടെ ഇരുഭാഗത്തുമായി ഗോമാതാവിനെ അനുസ്മരിപ്പിക്കുന്ന പശുവിന്റെ തലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് 96 മണികളും ഉറപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ഈ 96 മണികളും ചേർന്ന് ഉണ്ടാക്കുന്ന ആ ശബ്ദം അബുദാബിയിൽ ഒരു അനുഭവം തന്നെയാകും. ക്ഷേത്രത്തിന്റെ ഉൾവശം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നുള്ള വെള്ള നിറത്തിലുള്ള മാർബിളാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തും ക്ഷേത്രത്തിന് അകത്തുള്ള നിർമ്മാണങ്ങൾ. അതിവിദഗ്ധരായ ശില്പികളുടെ കൈവിരുത് ഈ ശില്പങ്ങളിൽ ദൃശ്യമാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന വഴിയുടെ വശത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 108 അടി പൊക്കത്തിൽ ആ ക്ഷേത്രം ദൂരം നിന്ന് തന്നെ വിസിബിൾ ആണ്. എന്ത് മനോഹരമായിട്ടാണ് ഈ ശില്പങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് കണ്ട, ഈ പശുവിന്റെ തലയുടെ അടിയിലായിട്ട് മണി കാണാം. ഇതുപോലുള്ള 96 മണികളാണ് നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും കാണുക. ശരിക്കും രസകരമായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഞാൻ പറഞ്ഞു, ത്രിവേണി സംഗമം ഇവിടെ ഈ 3 വെള്ളവും ചേരുന്ന ശൈലിയിലാണ്. മനോഹരമായ പടിക്കെട്ടുകളാണ്. ഈ പടിക്കെട്ടുകളിലാണ് ഞാൻ പറഞ്ഞത് ചൈനയുടെ ആ തറയോടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 50 ഡിഗ്രി സെൽഷ്യസ് വരെ താങ്ങാൻ കപ്പാസിറ്റി ഈ പടിക്കെട്ടുകൾക്കുണ്ട്. ഇതൊക്കെ BAPSന്റെ ലോകത്തെമ്പാടുമുള്ള മറ്റ് ദേവാലയങ്ങളാണ്. US-ലെയും UK-ലെയും വിവിധ സ്ഥലങ്ങളിൽ, കാനഡയിലെ ടൊറന്റോയിലും ഒക്കെ ഈ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ശൈലിയിലാണ്. നോക്ക്, ഏത് ക്ഷേത്രം എടുത്താലും എല്ലായിടത്തും നല്ല രസമുള്ള കൊത്തുപണികൾ കാണാം. കൊത്തുപണികളിലൂടെ ഒന്ന് ശ്രദ്ധാപൂർവം കടന്നുപോയാൽ നമ്മൾ കാണുക ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കഥകളുടെ ഒരു ശേഖരമാണ്. ശരിക്കും ഈ BAPSന്റെ ക്ഷേത്രങ്ങളൊക്കെയും ശില്പഭംഗി കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കും. ലോകത്തെമ്പാടുമുള്ള ഈ BAPS ക്ഷേത്രങ്ങൾ തന്നെ ഒരു ടൂറായി നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാത്രിയിലെ ഈ കാഴ്ച ശരിക്കും മനോഹരമാണ്. BAPSന്റെ ലോകത്തെമ്പാടുമുള്ള ക്ഷേത്രങ്ങളുടെ രാത്രി കാഴ്ച സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കും. BAPSന്റെ അമ്പലങ്ങളിൽ ആഘോഷം ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. അബുദാബിയിലും നമ്മൾ കാണാൻ പോകുന്നത് ഈ ശൈലിയിലേക്കുള്ള ആഘോഷങ്ങളാണ്. മതസൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ ദിനങ്ങളാണ് അബുദാബിയിൽ ഈ ക്ഷേത്രം സൃഷ്ടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ അബുദാബിയിലെ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് MLife-ൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.